പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി തന്നു. ഇന്നും നാം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഒരുക്കമുള്ള ഹൃദയങ്ങളോട് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. സകല മഹത്വത്തിനും യോഗ്യനായ, സകല പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യനായ നമ്മുടെ കർത്താവിന് തന്നെ എല്ലാ മഹത്വവും നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളിലും നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കണം. എല്ലാ മഹത്വത്തിനും കാരണഭൂതനായ ദൈവത്തിന് തന്നെ സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങളുടെ ദൈവത്തെ സ്തുതിപ്പാൻ, ഈ വിശുദ്ധ ദിനത്തിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേക്ക് തരേണ്ടുന്ന മഹത്വം കരയേറ്റുവാൻ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ദൈവ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്ന ഏക കർത്താവിനെ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവിനെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ഞങ്ങൾ ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്താൽ വിരാജിതമായ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവജനത്തിന് വിടുതലിന് കാരണമായി തീരുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിനോ ബന്ധനമില്ല, സുവിശേഷത്തിനോ ബന്ധനമില്ല. അത് ഈ പകൽക്കാലവും ഐശ്വര്യമായി ഞങ്ങളുടെ മധ്യേ പ്രഖ്യാപിക്കപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും യഹോവയാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരിക്കൽ കൂടെ സർവശക്തന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരമല്ലണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനായി, യേശുവേ നീ ഓർത്തതിനായി, എന്നെ നീ മാനിച്ചതിനായി, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ,
നല്ലവൻ, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ചേർന്ന് പാടാം. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് അങ്ങൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് അങ്ങൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഈ ലോകം തരാത്ത ശാന്തിയൻ ഹൃദയ നിറച്ച സ്നേഹവാ. ഈ ലോകം തരാത്ത ശാന്തിയൻ ഹൃദയ നിറച്ച സ്നേഹവാ. എന്നും കാത്തിടുന്നെന്നെ നിത്യകാന്തനായി കൂടെ വാഴുവാൻ. എന്നും കാത്തിടുന്നെന്നെ നിത്യകാന്തനായി കൂടെ വാഴുവാൻ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ,
വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചീട സാധ്യമല്ലത്. അങ്ങൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചീട സാധ്യമല്ലത്. അങ്ങൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലദാനത്തെ നാഥൻ നൽകി മാനിക്കുന്നു. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയത്ത് നിങ്ങളോടൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവിനെ മാറ്റമില്ലാത്ത വചനത്തോടനുബന്ധിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന സാവകാശനായി നിന്നോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി ദൈവാത്മാവിനെ വളരെ നിർബന്ധിച്ച് പഠിപ്പിച്ച ഒരു ചിന്ത അല്പസമയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ അതാദിനങ്ങളിൽ ഇരിക്കുന്നവർ നമുക്ക് ഒരുമിച്ച് ഈ വേദഭാഗം ചിന്തിക്കണം. വളരെ പരിചയമുള്ള വേദഭാഗമാണ്.
അപ്പോസ്തലരുടെ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആരംഭത്തിൽ വായിക്കാനായി താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ വളരെ വ്യക്തമായി ദൈവിക ദർശനം പ്രാപിച്ചു. മക്കതോനിക്കാരനായ ഒരു പുരുഷൻ രാത്രിയിൽ പൗലോസിന്റെ അടുക്കൽ വന്നു നിന്ന് ഞങ്ങളെ വന്ന് സഹായിക്കാൻ ആവശ്യപ്പെടുന്ന ദർശനം കാണുകയും പരിശുദ്ധാത്മാവ് അവനോട് ആ പുരുഷന്റെ കൂടെ പോകുവാനായി ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ചാണ് ഇവര് ആശയിൽ എത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞുള്ള അവരുടെ ശുശ്രൂഷകളും വളരെ വ്യക്തമായി ഒരു ദൈവിക ഇടപെടൽ ഉള്ള ശുശ്രൂഷകൾ ആയിരുന്നു. നേരത്തെ അവരെ സ്വീകരിക്കാനോ സൽക്കരിക്കുവാനോ ഒരു സഭയോ മറ്റാരുമില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ പുഴവക്കത്ത് കൂടിയിരിക്കുന്ന ചില സ്ത്രീകളോട് യേശു കർത്താവിനെ കുറിച്ചുള്ള വചനം പറയുവാൻ പൗലോസ് അവസരമെടുത്തു. ലൂദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഹൃദയം ദൈവത്തിന്റെ ആത്മാവ് തുറന്നു. അവൾ സ്നാനപ്പെട്ടു. അവളുടെ വീട്ടിലേക്ക് വരെ ക്ഷണിച്ചു. നിങ്ങൾ എന്റെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണുന്നെങ്കിൽ എന്റെ കൂടെ വന്ന് പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ വേല വളരുകയും അനേകർ സ്നാനപ്പെടുവാനും ആ ഭവനത്തിൽ ആരാധന വെളിപ്പെടാനും ഒക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കെ പൗലോസും ശീലാസും മുമ്പോട്ട് പോകുന്ന ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് ആമേൻ പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അവർ നടന്നു പോകുമ്പോൾ വെളിച്ചപ്പാർത്തിയായ ഒരു സ്ത്രീ അവരുടെ പുറകെ വന്ന് ഇവരെ കുറിച്ച് വിളിച്ചു പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ രക്ഷാമാർഗം നിങ്ങളോട് വിളിച്ചു പറയുന്നവരാണ് എന്ന് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. നമ്മൾ വായിക്കുന്നത് പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞ് അവളുടെ ഭൂതത്തോട് വിട്ടുപോകാൻ പറഞ്ഞു. അത് അവളെ വിട്ടുപോയി. അവള് സുബോധമുള്ളവളായി തീർന്നു. ഇതാണ് ഉണ്ടായ ഒരു പ്രധാന സംഭവം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ നിയോഗത്താരോട് എത്തിച്ചേർന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട് ശുശ്രൂഷ വെളിപ്പെട്ട ഒരു പ്രധാന സംഭവമായിരുന്നപ്പോൾ നാം അതിന് താഴെ വായിക്കുന്നു, അവർ യജമാനന്മാർക്ക് അവരുടെ ലാഭം പൊയ്പോയി. ഈ സ്ത്രീ ഇതുപോലെ പ്രവചിക്കുകയും അതുമൊക്കെ ചെയ്യുകയും ചെയ്ത് അവർക്ക് കിട്ടിയിരുന്ന ലാഭം കൊണ്ട് ജീവിച്ചിരുന്നവർക്ക് ഇവരെ കൊണ്ട് ഉണ്ടായിരുന്ന ലാഭം നഷ്ടപ്പെട്ടു പോയി എന്ന് കണ്ടപ്പോൾ അവരിവരെ കള്ള ആരോപണങ്ങൾ ചുമത്തി ഇവരെ വലിച്ച് ഇഴച്ചു കൊണ്ടുപോയി ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവർ ഈ പട്ടണം കലക്കിക്കളയുന്നവരാണ് എന്ന് പറഞ്ഞ് അവരുടെ നേരെ ആരോപണം ഉന്നയിച്ചു. അവരെ ആ ന്യായാധിപന്റെ ഉത്തരവ് പ്രകാരം വസ്ത്രം ഊരി കോൽ കൊണ്ട് അടുപ്പിച്ചു അവരെ തടവിലാക്കി സൂക്ഷിച്ചു. ഹലോ, ഒരു ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ അയക്കപ്പെട്ട കർത്താവിന്റെ അഭിഷിക്തന്മാർക്ക് ഇപ്പോൾ അർദ്ധരാത്രിയിൽ തടവറയ്ക്കകത്ത് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ വസ്ത്രം പറിച്ചുരുക്കി കളഞ്ഞു, കോലുകൊണ്ട് അവരെ അടുപ്പിച്ചു. വേദന ഏറ്റ ശരീരവുമായി അവരെ കാരാഗൃഹത്തിൽ കിടക്കുന്നതായ സമയത്ത് 16-ാം അധ്യായം 20-ാം വാക്യം നിങ്ങൾ ബൈബിളുണ്ടെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അർദ്ധരാത്രിയിൽ അവര് പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. അടുത്ത വാക്യം, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രിയരെ, നാം ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും നാം അറിഞ്ഞു അറിയാതെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മെ ശ്രദ്ധിക്കുന്ന മറ്റനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. തടവുകാര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇവര് ഈ രാത്രിയെക്കുറിച്ച്, ഈ രാത്രിയിൽ സംഭവിച്ച സംഭവവികാസങ്ങളോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ഒരു സുവിശേഷ വേലക്കാരന്റെ, ഒരു ദൈവഭൃത്യന്റെ മനസ്സിൽ കൂടി കടന്നുപോയതായ ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നത്. അർദ്ധരാത്രി, ജീവിതത്തിന്റെ അർദ്ധരാത്രി എന്ന് പറയുന്നത് നമുക്കറിയാം, പകലും ഒരു ദിവസം മറ്റൊരു ദിവസം വഴിമാറി കൊടുക്കുന്ന ഒരു സന്ദർഭം. ലോകത്തിലെ പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളൊക്കെ ഒപ്പിടുന്ന അർദ്ധരാത്രിയിലാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന അർദ്ധരാത്രിയിലാണ്. കൂരിരുട്ടിന്റെ സമയമാണ് അർദ്ധരാത്രി. മറ്റാരും
നാം അനുവദിക്കാതെ കടന്നു വരാതിരിക്കുന്ന ഒരവസരമാണ്. ഇതിനെ സംബന്ധിച്ച് ഇവിടെ ഈ ദൈവത്തിന്റെ ദാസന്മാർ തടവിൽ കിടക്കുന്ന ആ അർദ്ധരാത്രിയെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ അനുഭവത്തെ 16 വാക്യം വായിക്കുന്ന സമയത്ത് മിഡ് നൈറ്റ് ഓഫ് സിവിയർ പെയിൻ, ശരീരം മുഴുവൻ അടി കൊണ്ട് പൊട്ടി, വസ്ത്രം പറിച്ചൂരിയതിനു ശേഷം ദയയില്ലാതെ ശരീരത്തിൽ അടി കൊണ്ടുപൊട്ടി, ആ അടി കൊണ്ടുകൊണ്ടാണ് ആ അർദ്ധരാത്രിയിൽ അവരോട് കിടക്കുന്നത്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഒരുപക്ഷെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നീതിന്യായ കോടതിയിൽ ശിക്ഷ കിട്ടിയോ അടി കൊള്ളുകയോ ഒക്കെ ചെയ്തെന്ന് വന്നേക്കാമെങ്കിൽ പോലും ഞാനത് ചെയ്തുകൊണ്ടാണല്ലോ, എനിക്ക് ബുദ്ധിമോശം വന്നുകൊണ്ടാണല്ലോ എന്ന് ചിന്തിക്കത്തക്ക ഒന്നുമില്ലാതെ ഇവരുടെ മനസ്സിൽ കൂടി കടന്നു വരുന്ന ചിന്തകൾ എന്നെ വളരെയധികം മതിച്ചു. ദൈവശബ്ദം കേട്ട് ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ഇറങ്ങി തിരിച്ച ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ അർദ്ധരാത്രി അവരുടെ ശരീരത്തിന്റെ മുറിവുകളും അതിൽ നിന്നുള്ള വേദനയും നീറ്റലും ഒക്കെ അനുഭവിക്കുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ മാനസികമായ വിഷയം എന്ന് പറയുന്നത് അവരുടെ ആ രാത്രിയോടുള്ള ബന്ധത്തിൽ അവരുടെ മനസ്സിനെ തകർത്തിക്കളഞ്ഞ വിഷയമാണ്. ഒന്നാമത് ഞാൻ പറയട്ടെ, മിഡ് നൈറ്റ് ഓഫ് സിവിയർ ഫിയർ, മനുഷ്യ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന അതിലപ്പുറമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന, അതിനേക്കാൾ ഉപരിയാണ് അവരനുഭവിക്കുന്നതായ മാനസിക വേദന. ഹല്ലേലൂയ. ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ പലപ്പോഴും പലതും നമുക്ക് അങ്ങനെ വേണ്ടായിരുന്നു ചിന്തിക്കത്തക്ക ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഒരു തെറ്റും ചെയ്യാതെ, ഒരു അനീതിയും ചെയ്യാതെ അടികൊണ്ട് വേദനപ്പെട്ട് അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ കിടക്കുന്നതായ ദൈവത്തിന്റെ അഭിഷിക്തന്മാര്, അവരെ ഒരു നിമിഷം നിങ്ങൾ ഓർക്കണമേ. ഈ അർദ്ധരാത്രിക്കുള്ളതായിരിക്കുന്ന മൂന്നാമത്തെ ചിന്ത എന്നെ ഭരിച്ചത് തിരസ്കരണത്തിന്റെ രാത്രിയാണ്. തിരസ്കരണത്തിന്റെ രാത്രിയാണ്. വലിയൊരു നിയോഗമാണ് അത് ചെയ്യുന്നെങ്കിൽ പോലും അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുവാനോ അവരെ കടന്നു എന്ന് ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുവാനോ അവർ സേവിക്കുന്ന ദൈവം തടവറയിൽ ചെല്ലുന്നില്ല, കൂട്ടായ്മക്കാരും അവിടെയില്ല, എല്ലാവരും കൈവിടപ്പെട്ടു പോയ തിരസ്കരണത്തിന്റെ ഒരു അർദ്ധരാത്രി. സഹായിപ്പാൻ, ആശ്വാസമൊക്കെ പറയുവാൻ ആരുമില്ലാത്ത ഒരർദ്ധരാത്രി. നാലാമത് ഞാൻ നിങ്ങൾ ഓർപ്പിക്കുന്നത് ഒറ്റപ്പെടുത്തലിന്റെ ഒരർദ്ധരാത്രി, ഒറ്റപ്പെടുത്തലിന്റെ അവസ്ഥ. കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നമ്മുടെ അടുത്ത് വന്നിരുന്നു വന്നേക്കാം. ഏകനായി മുന്തിരിശക്ക് ചവിട്ടിയ കർത്താവായ യേശുവിനെ പോലെ അനുഭവപ്പെടുന്നൊരവസ്ഥയാണിത്. ഹല്ലേലൂയ. ഒറ്റപ്പെടലിന്റെ തിരസ്കരണപ്പെടലിന്റെ സഹായിപ്പാൻ ആരും കടന്നു ചെല്ലാനില്ലാത്തതായ ഒരവസ്ഥയിൽ ആ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ആ തടവറയിൽ കിടക്കുകയാണ്. ഈ രാത്രിക്ക് ഞാൻ വേറൊരു പേരൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, മിഡ് നൈറ്റ് ഓഫ് ഇൻജസ്റ്റിസ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് വലിയ കഷ്ടവും ത്യാഗവും നഷ്ടവും ഒക്കെ സഹിക്കും. പക്ഷെ അവന്റെ മനസ്സാക്ഷി അവനോട് അതങ്ങനെ നീ ചെയ്തത് കൊണ്ടാണ്, അതുകൊണ്ടാണല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ആശ്വസിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഞാനത് ചെയ്തിട്ടാണ്. എന്നാൽ ഇവിടെ അതല്ല. നീതി കിട്ടുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരവസ്ഥ, നീതി നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ ഒറ്റപ്പെടുക. സംസാരിക്കുന്നു എന്ന് വചനം കേൾക്കുന്നവരിൽ ആരോ ചിലർ ജീവിതത്തിൽ ലഭിക്കേണ്ട നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് കിട്ടാതെ വന്നിട്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നീതി നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ മാനസികമായ ഭാരത്തോട് കഴിയുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് രാത്രി നിന്നെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഈ വേദഭാഗം ദൈവം എന്നെ ഏൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ എനിക്ക് വേറെ 4-5 കൂട്ടം കാര്യം പറയാനുണ്ടെങ്കിലും ഞാനത് വെട്ടിച്ചുരുക്കിയിട്ട് പറയട്ടെ. അവസാനമായി ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യം അനുഭവിച്ച് അറിയുന്ന ഒരു അർദ്ധരാത്രി. ദൈവ സാന്നിധ്യം അനുഭവിച്ച് അറിയുന്ന ഒരു അർദ്ധരാത്രി.
മറ്റാരും അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ ആരും അടുത്തു വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കർത്താവിന്റെ ഗീതപ്രകാരം കർത്താവിന് വേല ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവർ വേദോത്സവത്തിൽ ഉദാഹരണമുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടവരായി, വസ്ത്രം പാലിച്ചുരിഞ്ഞ് അപമാനിക്കപ്പെട്ടവരായി, കഠിനമായി അടികൊണ്ട് ഒന്ന് തലോടുവാൻ പോലും ആരുമില്ലാത്തവനായി അതിവേദന സഹിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തലിന്റെ അവസ്ഥയിൽ കഴിയുന്ന ആ അവസ്ഥയിൽ ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയും. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എന്തു ചെയ്താൽ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുക. കഷ്ടതകളെ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഏതൊരു മനുഷ്യനും ഉണ്ടാകാവുന്നതായ ഒന്നാണ് നമ്മൾ ന്യായമായി അനുഭവിക്കുന്ന ഒരു ശിക്ഷയാണെങ്കിൽ അത് സഹിക്കാനുള്ളൊരു കഴിവ് നമുക്കൊരു വശത്തുണ്ടാകും. എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങൾക്ക് നേരിടുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു ഭവിച്ചു എന്ന് ഓർത്ത് നിങ്ങൾ പരിഭ്രമിച്ചു പോകരുത്. പിന്നെയോ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് ആ പരിശോധനയെ അശേഷം സന്തോഷം എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തക്ക പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്, കർത്താവിൽ നമ്മൾ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പ്രിയരെ തികഞ്ഞവരായി തീരണമെന്നുള്ളതാണ്. നമ്മുടെ ഭക്തിക്ക് ഒരു പൂർണ്ണത വരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു ഭക്തനും കഷ്ടതയാകുന്ന കർണശൂരിൽ കടന്നു പോകുമ്പോഴാണ് അവിടെ സ്ഥിരതയുള്ളവാക്കി പൂർണ്ണരായി തികഞ്ഞവരായി മാറുന്നത്. ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതായ സ്വർണ്ണം, വെള്ളി മുതലായ ലോഹങ്ങൾ ഉപയോഗിക്കത്തക്ക ആഭരണങ്ങളായി മാറണമെങ്കിൽ, അതിന് വിലപിടിപ്പുള്ള വസ്തുവായി അത് മാറണമെങ്കിൽ കഠിനമേറിയ ചൂടേറിയ ചൂളയിൽ കൂടി കടന്നു പോയാലേ പറ്റത്തുള്ളൂ. പല പ്രാവശ്യം ഉരുക്കി ശുദ്ധി ചെയ്ത് കറ നീക്കിയിട്ടാണ് ഒന്നിനെ പണിയുവാനുള്ള ആയുധമാക്കി ഉപകരണമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ കർത്താവിന്റെ വേലയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത പ്രതിസന്ധി, കഷ്ടത, പരിശോധനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവിടെ ഓർക്കേണ്ടതായ ഒരു കാര്യം, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്ന എന്നറിഞ്ഞുകൊണ്ട് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ എന്നത്രേ ദൈവത്തിന്റെ ആത്മാവിടെ യാക്കോബ് അപ്പോസ്തലൻ കൂടി പറയുന്നത്. ദൈവം നമ്മെ അതിനുവേണ്ടി റോമാലേഖനം 8-ാം അധ്യായം 35-39 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ സ്നേഹിക്കുന്നില്ല എന്നല്ല, സ്നേഹിക്കുന്നവൻ തന്നെ നമ്മെ കൂടുതൽ വെണ്മയുള്ളവരാക്കാൻ വേണ്ടി, തേജസ്സുള്ളവരാക്കാൻ വേണ്ടി അനുഭവിക്കേണ്ടി വരുന്ന അല്പകാലത്തെ കഷ്ടത അത് സ്ഥിരതയുള്ളവാക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ പറ്റിയ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. സ്തോത്രം. ഈ രാത്രിയുടെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ആദ്യ ഭാഗങ്ങൾ വായിച്ചാൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതെന്ന് തോന്നാമെങ്കിൽ പോലും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണത്. ഈ പ്രത്യേക അർദ്ധരാത്രി, ഞാൻ ആവർത്തിക്കുന്നില്ല, ഏകാന്തിയുടെ അർദ്ധരാത്രി
നീതി നിഷേധിക്കപ്പെട്ട അർദ്ധരാത്രി, വളരെ അടി കൊണ്ട് വേദനിക്കുന്ന അർദ്ധരാത്രി, നീതി നിഷേധിക്കപ്പെട്ട അർദ്ധരാത്രിയാണെങ്കിലും ഇവിടെ ശ്രദ്ധിക്കൂ, ഈ തലവറയിൽ കിടക്കുന്ന ഈ ദൈവത്തിന്റെ ദാസന്മാര് അവിടെ ആരാധന വെളിപ്പെടുന്ന രാത്രിയാക്കി അതിനെ മാറ്റി. ഹല്ലേലൂയ. അവിടെയാണ് ശരിക്കും ആരാധന വെളിപ്പെടേണ്ടത്. അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഈ അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മുടെ ആരാധനയെ കുറിച്ച് നോക്കുമ്പോൾ പല തെറ്റിദ്ധാരണകളുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയേച്ച് ശബ്ദ കോലാഹലം ഉണ്ടാക്കി അതിനു മുമ്പിൽ നൃത്തം വെക്കുന്നതാണ് ആരാധന. ഈ കാലഘട്ടം വന്നപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ എന്ന് സംശയിക്കുന്നുണ്ട്. എങ്കിൽ പോലും യഥാർത്ഥ ആരാധന വെളിപ്പെടുത്തുന്നു. വേദപുസ്തകത്തിൽ എനിക്ക് അതിന് പല തെളിവുകൾ തരാനുണ്ട്. അവരുടെ കഷ്ടതകളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, തിരസ്കരണത്തിന്റെ നടുവിൽ ഹല്ലേലൂയ അവരുടെ രക്ഷകനായ യേശുവിനെ നോക്കിക്കൊണ്ട്, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നാം ഇങ്ങനെയാ വായിക്കുന്നത്. അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അർത്ഥവാക്യം. പെട്ടെന്ന് ആ കാരാഗൃഹത്തിന്റെ മുറിയിൽ ഒരു വെളിച്ചം മിന്നി. സ്വത്രം സ്വത്രം. പ്രിയരെ, കുറെ കാലത്തേക്ക് ഒരു ഏകാന്തത, ഒറ്റപ്പെടുത്തൽ, വേദന ഉണ്ടെങ്കിലും അതിനകത്ത് തളർന്നു പോകാതെ ദൈവഹിതപ്രകാരം ആരാധിക്കുവാൻ തയ്യാറാകുന്ന ഏതൊരു വിശ്വാസിയും അനേക തെളിവുകൾ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മുറിയിലേക്ക്, അലങ്കരിച്ച ഹോളിലേക്കല്ല, മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്കല്ല, ആ കാരാഗ്രഹ നടുവിലേക്ക് അർദ്ധരാത്രിയോട് പാടി സ്തുതിച്ചപ്പോൾ ദൈവത്തിന്റെ ശെക്കൈന, ദൈവത്തിന്റെ തേജസ് ആ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത് എന്താണ്? ആമേൻ. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞുപോയി. ആമേൻ. കാരാഗൃഹത്തിന്റെ മുഴുവനും വാതിലുകൾ തുറന്നുപോയി. ഇവരുടെ കൂടെ തടവിലാക്കപ്പെട്ടതായിരിക്കുന്ന തടവുപുള്ളികൾക്കൊക്കെയുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. ഒരു ദൈവവൈതൽ അർദ്ധരാത്രിയിലെ ഏകാന്തതയിൽ കാടിന്റെ ശോധനയുടെ നിലവിൽ ദൈവമുഖ മനുഷ്യത കണ്ടെത്തി ആരാധിക്കാൻ തുടങ്ങിയാൽ ഒന്നാമത് നിനക്ക് ആ പ്രതിസന്ധിയുള്ള വിടുതൽ ദൈവം കൽപ്പിക്കുന്നു. എന്റെ കൈകാലിൽ ചങ്ങല അഴിഞ്ഞു വീണും. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മുറിയുടെ വാതിലുകൾ തന്നെ തുറക്കും. സ്തോത്രം. പോരാ, അവയിൽ കൂടെ ബന്ധിതരായിരിക്കുന്നവർ കൂടെ ആ വിടുതൽ അനുഭവിക്കാൻ തക്കവണ്ണം അവരുടെ ഒക്കെ കൈമേൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും അവർ കിടന്നതായ ചങ്ങല അഴിഞ്ഞു, വാതിൽ തുറന്നു. ഭാവനയിൽ ചിന്തിച്ചു നോക്കുക. ഒരു ജയിലിനകത്ത് അർദ്ധരാത്രിയിൽ സംഭവിച്ച ഈ പ്രത്യേക സംഭവം, ഈ ആരാധന വെളിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ വാതിലും അടയപ്പെട്ട വാതിലുകൾ, എല്ലാവരും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവർ. പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ദൈവവൈതൽ ദൈവമഹത്വം കണ്ട് കഷ്ടതയിൽ പതറിപ്പോകാതെ പിന്മാറാതെ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയപ്പോൾ ആരാധ്യയിലൂടെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ചങ്ങല അഴിഞ്ഞു. പോരാ, മറ്റുള്ളവരുടെ കൂടെ ചങ്ങല അഴിയുവാൻ എന്നിട്ടും പോരാ, അവരെ ഇട്ടിരിക്കുന്ന മുറികളുടെ വാതിലുകൾ തുറക്കുവാൻ അവസരം കിട്ടി. ഇങ്ങനെ സന്ദർഭം അവിടെ ഉണ്ടാകുമ്പോൾ അടുത്ത ഭാഗമുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണമേ. പൗലോസിനും ശീലാസിനും അവിടെ ചെയ്യാനുള്ളതായ ഏറ്റവും ആദ്യത്തെ കാര്യം അഴിഞ്ഞു കിടക്കുന്ന ചങ്ങല, തുറന്നു കിടക്കുന്ന വാതിൽ, പ്രകാശം കൊണ്ട് പൂരിതമായിരിക്കുന്ന അന്തരീക്ഷം. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ദൈവം തുറന്നതല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഈ സംഭവത്തോടു കൂടി മറ്റൊരു കാര്യം ഇവിടെ നടന്നു. കാരാഗ്രഹമാണ് ഉറക്കമുണർന്നു. ഞെട്ടി വിളിച്ച് നോക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറന്നു കിടക്കുന്നു. ചങ്ങലക്കാരുടെ ചങ്ങല അഴിഞ്ഞു കിടക്കുന്നു. അവരെ ആ സമയത്ത് ചിന്തിക്കുന്ന ചിന്ത ഇതാണ്: തടവുകാർ മുഴുവൻ ചാടിപ്പോയി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജയിൽ പ്രമാണിക്ക് അടുത്ത നിമിഷം വധശിക്ഷയാണ് ലഭിക്കേണ്ടത്. അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ അവൻ വാള് ഊരി തന്നെത്താൻ കൊല്ലുവാനായി ശ്രമിച്ചു. എന്നെ ശ്രദ്ധയോടെ കേൾക്കണമേ.
ദർശനം പ്രാപിച്ച രണ്ട് ദൈവദാസന്മാർ, അടിയേറ്റവർ, ഏകാഗ്രതയിൽ അർദ്ധരാത്രിയിൽ തടവിലാക്കപ്പെട്ടവർ വേദനയോടെ ആണെങ്കിലും ആ വേദനയെ മറന്ന് ആരാധ്യനെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ, ആ കാരാഗ്രഹം ആരാധനാമുറിയായി മാറിയപ്പോൾ ദൈവോടെ അത്ഭുതം ചെയ്തു. ഇവർക്ക് മാത്രമല്ല, ആ ജയിലിൽ കിടന്ന അനേകരുടെ ചങ്ങല അഴിഞ്ഞു വീഴുവാൻ വാതിൽ തുറക്കാനിടയായിത്തീർന്നു. അടുത്ത സംഭവമാണ് എനിക്കിവിടെ പറയാം. സാധാരണഗതിയിൽ ഒരു തടവിലാക്കപ്പെട്ട ഒരു തടവുപുള്ളി അവന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ഓടിപ്പോവുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ക്രിസ്തീയ ജീവിതത്തിലെ വ്യക്തിത്വം, ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അനേകരുടെ ജീവിതത്തിലുള്ള പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിത്വം, ക്രിസ്തീയത്വം വെളിപ്പെടുത്തി കാണിക്കുവാൻ അവർക്ക് പരാജയപ്പെടുന്നതാണ്. ഇതുപോലെ സന്ദർഭത്തിൽ പൗലോസിനെ പോലെ ഒരാൾക്ക് ഓടിപ്പോകുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. പക്ഷേ ദൈവത്തിലെ അവിടെ അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വം തെളിയിച്ചു കൊടുക്കാൻ കിട്ടുന്ന അവസരമാണത്. സ്തോത്രം. അവരോടിപ്പോയില്ല. അത് മാത്രമല്ല, ആ വെളിച്ചത്ത് അവർ കാണുന്നത്, സ്തോത്രം, അവരുടെ ജയിലിൽ ഇട്ടിരുന്ന ജയിൽ സൂപ്രണ്ട് ഇവിടെ ഇതാ വാളൂരി തന്നെ താൻ കൊല്ലുവാനായി ഭാവിച്ചു നിൽക്കുമ്പോൾ, സ്തോത്രം, അവരോട് വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നീ നിനക്കൊരു ദോഷവും ചെയ്യരുതേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ആമേൻ. അത് കഴിഞ്ഞപ്പോൾ ഈ ജയിൽ സൂപ്രണ്ട് വിളിക്കുന്ന വിളി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. ഒരു കലാപ്രമാണി ഓടി പൗലോസിന്റെ അടുക്കൽ വന്നു. അവിടെ ആ അന്തരീക്ഷത്തിൽ അവിടെ നിന്നുകൊണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്ന നിമിഷം, ആ പൗലോസ് അവരോട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വ്യക്തമായി പറഞ്ഞു. അവരവരെ വീട്ടിൽ കൈക്കൊണ്ടു. അവർ മുറിവുകളെ കഴുകി എണ്ണ വെച്ചു. ഈ സമയം മുഴുവനും ഈ പൗലോസും ശീലാസും അവരോട് രക്ഷകനായ യേശുവിനെ കുറിച്ചും യേശുവിന്റെ സുവിശേഷ സത്യങ്ങളെ കുറിച്ചും പറയുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നേടുന്ന കഷ്ടങ്ങളൊന്നും ദൈവം അറിയാതെയല്ല, അനുവദിക്കാതെയല്ല. അനേകരുടെ ജീവിതത്തിൽ അവരുടെ കഷ്ടങ്ങൾ അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. വിശ്വാസത്യാഗികളായി മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ സ്ഥിരത ഉളവാക്കുന്നതായി ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ വ്യക്തിത്വം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ നാം അവരെ ആ സന്ദർഭം ഉപയോഗിക്കേണ്ടതാണ്. അവിടെ ഓടിപ്പോകാതെ നിന്നതുകൊണ്ട് എന്തു സംഭവിച്ചു? അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിപ്പാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു. അതിനാൽ മറ്റൊരു കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. മക്കതോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ ദർശനത്തിൽ അവനെ കാണിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ആ ശാരീരികമായ നിലവാരത്തിൽ പൗലോസ് അവനെ കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ വീട്ടിൽ വെച്ച് അവരുടെ കാലുകളെ കഴുകുവാൻ, മുറിവുകളെ കെട്ടുവാൻ ഉപയോഗിക്കുന്ന ദൈവദാസൻ ആണ് ഈ മക്കതോന്യക്കാരനായ പുരുഷൻ. നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. അന്ന് ആ രാത്രിയിൽ തന്നെ കാരാപ്രമാണി കുടുംബവും സ്നാനമേറ്റു ദൈവസഭയോട് ചേർന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ വ്യക്തിത്വം, ഇന്റഗ്രിറ്റി നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അടുത്ത പടി നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം, നമ്മുടെ വ്യക്തിത്വം സൂക്ഷിച്ചു കഴിയുമ്പോൾ അവിടെയായിരിക്കും നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടുന്നത്. നമ്മൾ എന്തിന് അവിടേക്ക് അയച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന വെളിപ്പെടുത്തലുകൾ ആ സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പ്രിയരെ, ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവനെ രക്ഷിക്കുവാൻ, ഫിലിപ്പിയിൽ നിർണായക സ്നാനം നടക്കുവാൻ, ആ ഭക്ഷണം നൽകിയവരെ സ്വീകരിക്കുവാൻ ഒക്കെ ഈ കുടുംബത്തെ ഉപയോഗിക്കുവാൻ കാരണം, രക്ഷപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഉറച്ചു നിന്ന ദൈവത്തിന്മാരാണ്. പാപം ചെയ്യാതെ ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. ജീവിതത്തിൽ വെളിപ്പെടുന്ന പരിശോധനകൾ,
കഷ്ടതകൾ, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ ദൈവം ഒരുക്കി തരുന്ന അവസരം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ദാനിയേൽ ബാബിലോണിന് അടിമകളായിപ്പോയി. ബാക്കി ചന്ദ്രകമേശിക്ക് അഭേന്ദ്രഗോവിന്റെ കാര്യമൊന്നും ഞാൻ പറയാതെ, ആ ദാനിയേല് രാജാവ് ഉമ്മത്തെ നമസ്കരിക്കുകയോ അതിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ യെരൂശലേമിനെതിരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് രാജസന്നിധിയിൽ ആ കാര്യം സത്യമെന്ന് തെളിഞ്ഞപ്പോൾ രാജാവിന്റെ കൽപ്പന പ്രകാരം ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ സംഭവമാണ് ഞാൻ പറയുന്നത്. ആ രാജാവിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. കാരണം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്ന അവന് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ രാജകീയ നീതിയും ആണയും പേടിച്ച് അവന് സമ്മതിച്ചു കൊടുത്തതാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടു. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുകയല്ല ചില സന്ദർഭങ്ങൾ ദൈവം ചെയ്യുന്നത്. ആ പ്രതിസന്ധിയിൽ ദാനിയേൽ സിംഹക്കുഴിയിൽ വീണു. പക്ഷേ സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു. ഹല്ലേലൂയ. ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ സിംഹത്തോടുകൂടി ചേർന്ന് അന്ന് ഉറങ്ങുവാൻ ദൈവം അനുവദിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ രാജാവ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ആ സിംഹക്കുഴിയുടെ ഗുഹയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ രക്ഷിപ്പാൻ പ്രാപ്തനായോ? പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴും സമൃദ്ധിയുടെ അനുഭവത്തിരിക്കുമ്പോഴും കഷ്ടത അനുഭവത്തിലിരിക്കുമ്പോഴും മരണം നമ്മെ ഉറ്റുനോക്കുമ്പോഴും നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം വിടയിപ്പാൻ പ്രാപ്തനായോ? ഹല്ലേലൂയ. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത്യാവശ്യപ്പെടുമ്പോൾ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു ആരാധന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സുഖകാലത്തിലും ദുഃഖകാലത്തിലും ഇടവിടാതെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ സേവിക്കുന്ന സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദാനിയേലിനെ ദുഃഖശബ്ദത്തോടെ രാജാവ് വിളിച്ചു. അവൻ ആ സിംഹക്കുഴിയിൽ നിന്ന് കയറി വന്നിട്ട് അവനോട് പറയുന്നത്, സ്തോത്രം, ഞാൻ ഇടവിടാതെ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ സിംഹത്തിന്റെ വായിൽ രക്ഷിപ്പാൻ പ്രാപ്തനായി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സാക്ഷ്യം ഉണർത്തിക്കുകയാണ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സന്തോഷകരമായ എല്ലാ അനുഭവം ഉള്ളപ്പോൾ ദൈവത്തെ സേവിക്കുന്നു കൊള്ളാം. പ്രതിസന്ധികളുടെ സമയത്ത് ദൈവത്തെ സേവിക്കുന്നു നല്ലത്. പക്ഷേ മരണം നമ്മുടെ മുമ്പിൽ ഒന്ന് കാവൽ നിൽക്കുമ്പോഴും സിംഹത്തിന്റെ ഗുഹയിൽ വീണ് കിടക്കുമ്പോഴും അവനെ പരിശോധിച്ച് നോക്കിയ അവന്റെ യജമാനായ രാജാവിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. ദാനിയേൽ ഇടവിടാതെ സേവിച്ചു വരുന്ന ഒരു ദൈവം അവനെ സിംഹത്തിന്റെ ഗുഹയിൽ വെടിയിപ്പാൻ പ്രാപ്തനായി. രാജാവ് അവന് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. സംസ്ഥാനത്തെ മുഖ്യനാക്കി തീർത്തു. ആ ഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിലും ഒറ്റ ചിന്തയാണ് ഞങ്ങളൊക്കെ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തോടുള്ള ബന്ധം, ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവ ഭക്തിയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നീറോ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ സഭാപീഡയുടെ ചരിത്രം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അന്ന് പീഡിക്കപ്പെട്ടതായിരിക്കുന്ന ക്രിസ്ത്യാനികളിൽ 3 പേരെ ഒരു സെല്ലിൽ ഇട്ടടച്ചു. തടവറയിലാണ് ഈ 3 പേരും ഒരു സെല്ലിൽ കിടക്കുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ ആ ജയിലിനകം മുഴുവൻ മുഴങ്ങി കേൾക്കാവുന്ന ഒരു പാട്ട്, ഒരാരാധന അവിടെ വെളിപ്പെട്ടു. ബാക്കി സെല്ലിലുള്ളതായിരിക്കുന്ന തടവുകാരൊക്കെയും ഉണരുവാനത് കാരണമായി തീർന്നു. ജയിലിന്റെ അധികൃതർ അവരെ 3 പേരെയും പിറ്റേ ദിവസം ദൂരത്തുള്ളതായിരിക്കുന്ന 3 സെല്ലുകളിൽ മാറ്റി മാറ്റി പാർപ്പിച്ചു. അവിടെ ഇവർ ഒന്നിച്ചുകൂടിയിരിക്കുമ്പോഴാണല്ലോ ആരാധന വരുന്നത്. എന്നാൽ ഇവരെ ഒറ്റയ്ക്കൊരു സ്ഥലത്താക്കി കളയാമെന്ന് ജയിൽ അധികൃതർ നീറോയുടെ കൽപ്പന പ്രകാരം ഇവരെ സെല്ലിൽ മാറ്റി പാർപ്പിച്ചു. അർദ്ധരാത്രി വന്നപ്പോൾ ഇവർ 3 ആളുകളും 3 സ്ഥലത്ത് ദൂരെയാണെങ്കിലും ഒരു 3 പേരും അതാത് സെല്ലുകളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ അവിടെ ദൈവത്തെ പാടി ആരാധിച്ചു.
അവിടെ ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു 3 പേര് കൂടി ഒന്നിച്ച് ആരാധിച്ചുകൊണ്ട് അതിനേക്കാൾ ശബ്ദം ആ തടവറയിൽ ഉണ്ടായി. അമീൻ. അടുത്ത ദിവസം രാജാവ് അവരെ ആ സെല്ലിൽ നിന്ന് മോചിപ്പിക്കാനത് കാരണമായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അർദ്ധരാത്രിയുടെ അനുഭവം ഉണ്ടായാലും ദൈവം അറിയാതെയല്ല, അനുവദിക്കാതെയല്ല. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവിന്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കും. ആകയാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഒഴിവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ പരിശുദ്ധ ഇന്ന് രാത്രി ഈ പകൽക്കാലം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ പ്രത്യേക സന്ദർഭം നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ചെറിയ ദൂതർ പറഞ്ഞു നിർത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്ന അനേകം നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. സാധാരണ നാം പോകുന്ന പോലെ പോകുന്നു വരുന്നു, പക്ഷേ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നമ്മുടെ ചിന്ത. അല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ ഏത് മണ്ഡലത്തിൽ നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ദൈവവേദനാണെങ്കിൽ ചുറ്റുപാടുള്ളതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യയായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഇതിലെ ഒരു കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനുണ്ട്. അവനൊരു പക്ഷേ ദൈവ ഭക്തനായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നടപ്പും ഭാവവും ചിന്തയും പ്രവൃത്തിയും, കഷ്ടങ്ങളോട് നമ്മുടെ മനോഭാവം, പ്രതിസന്ധികൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന പ്രകടനം, ഇതൊക്കെയാണ് നമ്മിൽ കൂടി യേശുവിനെ മറ്റുള്ളവർ കാണാനിടയാക്കി തീർക്കുന്നത്. എന്റെ വാക്കുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിന്റെ മേലവരെ അനുഗ്രഹിക്കട്ടെ. അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിക്കാനിടയായ പൗലോസിനെ ശീലാസിനെ പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കണ്ട് പഴിച്ചും ദുഷിച്ചും മാറിയിരിക്കാനല്ല, അതിന് ഉത്തരവാദിയായവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയല്ല, പകരം വീട്ടാൻ പരിശ്രമിക്കുകയല്ല, ന്യായമായി വിധിക്കുന്നവർ കാര്യം പരമേൽപ്പിച്ചുകൊണ്ട് ആ വേദനയെ സഹിച്ചുകൊണ്ട് ആരാധിക്കാൻ ആരംഭിക്കുമെങ്കിൽ ആ തടവറയിൽ പ്രത്യക്ഷനായ യേശു എന്റെ ബന്ധനങ്ങളെ അർത്ഥമാറ്റുവാൻ, വാതിൽ തുറക്കുവാൻ, പുറത്തേക്കുള്ള വഴി കാണിച്ചു തരുവാൻ മാത്രമല്ല, അവിടെ ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്നതായ കാരാഗ്രഹപ്രമാണിയെ രക്ഷിക്കുവാൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിന്നെ ഈ പ്രതിസന്ധികൾ കടത്തിവിട്ടത്. ഈ ദിവസങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ലോകം മുഴുവനും വിശേഷിച്ച് കോവിഡിന്റെ ഭീഷണിയാൽ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാനും അറിയാതെ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ട്, എത്രത്തോളം? ഹല്ലേലൂയ. പക്ഷെ ഇല്ല, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയുണ്ട്, അത് നിറവേറ്റുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയം അതാണ്. ഈ വിഷയത്തിൽ കൂടി ആഗ്രഹിക്കുന്ന ദൈവഹിതമെന്തോ അത് സമ്പൂർണ്ണമായി നിറവേറണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നിന്റെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കായി നിന്നെ സ്തുതിക്കുന്നു. അവരവരുടെ വെളികളിൽ ഭാഗം ഒന്നിച്ചിരുന്ന് ചിന്തിപ്പാൻ നിക്രമം കൊടുക്കണമേ. നിരാശപ്പെട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന പല വിഷയങ്ങളുണ്ട്. നീതി നിഷേധിക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് കുറുകൂർക്കുന്നവരുണ്ട്. എന്നാൽ അതിനപ്പുറത്തുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതിന്റെ പരിസമാപ്തിയിൽ വെളിപ്പെട്ടു വരുന്നത് കാണുവോളം അത് സഹിഷ്ണുതയോടെ സഹിപ്പാന്റെ കൃപ തരണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ നാമത്തെ മുക്തപ്പെടുത്തേണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ ഞങ്ങളെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന നമ്മുടെ പ്രിയ അപ്പച്ചനിൽ നിന്ന് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. നമ്മെ കേൾപ്പിച്ച ആലോചനയ്ക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുകയും അപ്പോൾ തന്നെ നമ്മോട് ഈ ആലോചന അറിയിക്കുവാൻ ദൈവത്താൽ ഈ പകൽക്കാലം നിയോഗിതനായ അപ്പച്ചനോടുള്ള നന്ദിയെയും ദൈവസഭയുടെ നാമത്തിൽ ഞാൻ ഈ സമയം അറിയിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നാം കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളത്തിലും ഉണ്ടായിരുന്നേക്കാം. എന്തുകൊണ്ട് ഇങ്ങനെ അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു? എത്രത്തോളം ഇതിങ്ങനെ നീണ്ടുപോകുന്നു? ഇതിന് തുല്യമായോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ
നാമും അറിയാതെ ചിലപ്പോൾ ചോദിച്ചു പോകാറുണ്ട്, അല്ല ചോദിച്ചു പോയിട്ടുണ്ട്. എന്നാല് ഇന്ന് പകൽക്കാലം പ്രിയ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ച് അവരുടെ ജീവിതത്തിൽ അയച്ച ഒരു അർദ്ധരാത്രിയുടെ അനുഭവത്തെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. ഇന്നലെ പറ്റി പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചുവല്ലോ, ചുറ്റുപാടും തടവുകാരായവർ ഇവർ പാടി സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ഒരു അർദ്ധരാത്രി ഒരുക്കുന്നത് നാളെ അവിടുത്തെ കാരാഗ്രഹ പ്രമാണിയുടെ വിടുതലിന് കാരണമായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കാം. എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് എനിക്ക് ഈ അർദ്ധരാത്രിയുടെ അനുഭവം എന്ന് ചോദിച്ചു മാറിയിരിക്കാനല്ല. പ്രത്യുത ദൈവത്തിന്റെ പദ്ധതി അതിലൂടെ നിറവേറേണ്ടതിന് നമ്മെ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. അർദ്ധരാത്രി കഴിഞ്ഞാൽ ഒരു പ്രഭാതമുണ്ട്. ആ പ്രഭാതത്തിൽ ദൈവം എന്ത് നമുക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് ദൈവം നമുക്ക് നിശ്ചയമായും വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടത എന്നല്ല പ്രത്യുത. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും പ്രത്യാശയെയും ഉളവാക്കുന്നു. അങ്ങനെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളിലും അധികം സന്തോഷിപ്പാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടില്ലേ? അതെ, വേദനയോടെ ഈ പകൽക്കാലം നീ ആയിരിക്കുന്നു. നിന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, ഈ രാത്രിയിൽ ഉത്തരമില്ല. യെസ്, ഹല്ലേലൂയ. പൗലോസിനും ശീലാസിനും ശാരീരികമായ വേദനയുണ്ട്, മാനസികമായ വേദനയുണ്ട്. അത് മാത്രമല്ല, അവരുടെ ആ ന്യായം നടന്നില്ലല്ലോ എന്ന വേദന അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നാൽ ആ അവസ്ഥയിലും കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നീയും സേവിക്കുന്നത്. അവരെ നടത്തിയ ദൈവം, പൗലോസിനെയും ശീലാസിനെയും നടത്തിയ ദൈവം ഈ അർദ്ധരാത്രിയുടെ അനുഭവത്തിലും നമ്മെ നടത്തുവാൻ ശക്തനല്ലേ? നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ച ആലോചനയ്ക്കായി ഞങ്ങൾ വീണ്ടും ദൈവത്തോട് നന്ദി പറയുന്നു. വചനം സംസാരിപ്പാൻ അപ്പച്ചനെ ദൈവ കരങ്ങൾ എടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. ഈ കേട്ട വചനങ്ങൾ ഞങ്ങൾക്കേവർക്കും അനുഗ്രഹ കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതെ ദൈവമേ, ഈ പ്രസംഗം കേൾക്കുന്നവരിൽ ചിലരെങ്കിലും, അല്ല നമ്മുടെ ചർച്ചിലുള്ളവര്, ആ ഡൽഹിയിലുള്ള ജോയിയുടെ മരണം ഞങ്ങൾക്ക് വലിയ വേദനയാണ് ഉളവാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ഉത്തരമില്ല, ഞങ്ങൾക്കറിയാം കർത്താവേ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചതുപോലെ ദൈവത്തിന് അതിന് പിൻപിൽ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നാളെ ഇതിന് പിൻപിൽ ഒരു പദ്ധതി ഉണ്ട് എന്ന് ഞങ്ങളോട് അരുളിച്ചതുപോലെ ഈ വിഷയത്തിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ആ ജോയിയുടെ മാതാവിനായി, പിതാവിനായി, ഭാര്യയ്ക്കായി, ബന്ധുമിത്രാദികൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുക്കുന്ന വലിയ രക്ഷ കണ്ട്, ദൈവം ഒരുക്കുന്ന വലിയ പദ്ധതി നാളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി വചനം കേട്ട ആരെങ്കിലും ഇതിന് തുല്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവം വചനത്തിലൂടെ നൽകുന്ന മറുപടിക്കായി സ്തോത്രം. ഏവരും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഈ വചനം അനുഗ്രഹ കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം അതിനെ എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരമരണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസവും കാവലും നാം എല്ലാവരോടും കൂടെ, നാം കേട്ട വചനങ്ങളോടും കൂടെ ഇന്ന് മുതൽ കർത്താവിന്റെ നാൾ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഇന്ന് സഭാരാധനയിൽ പങ്കുകൊള്ളുവാൻ ദൈവം നമ്മെ ഒരുക്കിയല്ലോ. ഈ ലോക്ക്ഡൌൺ എത്രയും വേഗം തീരും. നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് വീണ്ടും കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവർക്കും വന്ദനം. ദൈവാത്മാ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.